ആഹാ അതെ പോലീസ് നിൽക്കുന്നു. അവര് കൈയൊന്നും കാണിക്കില്ല. ചെറിയൊരു പേടിയുണ്ട് ഇവര് കൈ കാണിച്ച് നിർത്തുമോ എന്നുള്ളത്. വാട്ട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ യുവർ ഹെൽക്കാർഡ് റൈഡർ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമുക്ക് ജോലി തുടങ്ങുകയാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ കൊറോണ ഇപ്പോഴും ഉണ്ട് താനും. പക്ഷെ എന്തെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ ജോലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നാട്ടിലത്തെ പോലെയല്ല, ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വണ്ടിയിലെല്ലാം നടപ്പുണ്ട്. പിന്നെ ഇന്നാണ് ഞങ്ങൾക്കായിട്ട് ഇന്ന് സ്റ്റാർട്ടായത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്ക് എങ്ങനെയാ കൊറോണ ടൈമിൽ ഈ ബാംഗ്ലൂരൊക്കെ നിന്ന് ബാംഗ്ലൂരിലെ റോഡിലത്തെ കാഴ്ച. നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം അടിച്ചോടിച്ച് ഇപ്പം കഴിഞ്ഞേനെ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് ഒന്ന് നോക്കണം. അപ്പം നമുക്ക് ഓഫീസിലേക്ക് വിടാം. വണ്ടി ഓക്കെ. എത്ര നാളായി ഒന്ന് വണ്ടി എടുത്തിട്ട്. വണ്ടി ഓടിക്കാൻ തന്നെ മറന്നു പോകാറായിരുന്നു. ഓക്കേടാ ബൈ. എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ബൈക്കേഴ്സിനെ അറിയത്തുള്ളൂ ഈ ഫീല്. ഇത്ര നാള് ഇന്നലെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ബൈക്കേലൊരു ചുക്കിലി വല പിടിച്ചിരിക്കും. കണ്ടിട്ട് സങ്കടം വന്നു. അപ്പം തന്നെ വണ്ടി ഞാൻ എടുത്ത് കഴുകി കുട്ടപ്പനാണ്. എന്തായാലും ഇന്ന് ഓടിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇപ്പൊ ആളുകൾ കുറവാണ്. ഇതാണ് ലോറിയൊക്കെ പോകുന്നുണ്ട്. നാട്ടിലിങ്ങനെയൊക്കെ പോകുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞാൻ കേട്ടിട്ടുള്ള വെച്ച് അവിടെ മുഴുവൻ ലോക്ക്ഡൗൺ ആണെന്നാണ് പറയുന്നത്. അതെ, ബസ് പോകുന്നു. ആഹാ അതെ പോലീസ് നിൽക്കുന്നു. അവര് കൈയൊന്നും കാണിക്കില്ല. ചെറിയൊരു പേടിയുണ്ട് ഇവര് കൈ കാണിച്ച് നിർത്തുമോ എന്നുള്ളത്. ബാംഗ്ലൂരിലത്തെ ഒരു പ്രശ്നം ഈ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ട് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം ആൾക്കാർക്കുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആൾക്കാർക്കെന്നല്ല, പോലീസിന് ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അറിയത്തില്ല. ചില റിസ്കിനെ അല്ലോ. കൊറോണ ടൈമിൽ വരെ ബാംഗ്ലൂര് തിരക്കാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ സൈഡിലോട്ടൊന്ന് നിർത്തണം. ഒരു ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ട്. പുള്ളി വരട്ടെ. പുള്ളി വരുന്നിടം വരെ നമുക്ക് ഇവിടെ നിൽക്കാം. കണ്ടോ എത്ര വണ്ടിയാ പോകുന്നത്. A few moments later. ഹലോ, അപ്പൊ നമുക്ക് പയ്യെ നീങ്ങാം. നീ വേണ്ടി പോടാ, പൊക്കോ. ഇടില ലോറി നല്ല രസമുണ്ട്. എനിക്ക് ലോറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ ഈ ചെടി പിടിക്കുക ഒരു മാതിരിയോ. സൗണ്ട് ലോറിയുടെ അല്ല കേട്ടോ, എൻ്റെ വണ്ടി.
എത്ര നാളായി, എന്തൊരു സുഖം. ബാംഗ്ലൂർ എന്താണെന്ന് അറിയത്തില്ല. കൊറോണ ആയാലും എന്നായാലും ഇവിടെ ആൾക്കാർക്ക് ഒരു പ്രശ്നമായി. ഞങ്ങളുടെ ഓഫീസ് ഇപ്പം 2-3 പ്രാവശ്യമായി ക്ലോസ് ചെയ്യുന്നു. ഇപ്പം പിന്നെയും ഓപ്പണായി. അപ്പം എന്തായാലും പോവാതിരിക്കാനും പറ്റൂല. നല്ല രസമായിട്ട് ഇങ്ങനെ വണ്ടി ഒന്ന് ഓടിക്കും. ഈ ഫ്രണ്ടിൽ പോകുന്ന SF എന്ന് പറയുന്നത് അത് ഞാനൊരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊരു മോഡിഫൈഡ് ആണ്. ആളത്രയ്ക്കില്ല, എന്നാലും ആൾക്കാരുണ്ട്. ഈ ബാരിയർ ഒന്നും നേരത്തെ കൊറോണയ്ക്ക് മുമ്പേ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവർ ഇതിൻ്റെ ഇടയ്ക്ക് അത് വെച്ചതാണ്. അങ്ങനെ നേരത്തെ അങ്ങനെ ബാരിയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പപ്പടം പോലെ അവിടെ ഇരിക്കുന്നു. ബസ്സൊക്കെ തോന്നിയ വഴിയൊക്കെ പോകുന്നത്. ഇതിൻ്റെ കാര്യം ഇനി എന്താവോ. എന്താവും മുടിയൊക്കെ ഇട്ടാട്ടിയാണ്. എന്ത് ചെയ്യാൻ. ഓ ജോളി റൈഡ് കണ്ടില്ലേ, ടാങ്കിലൊക്കെ കൈവച്ചു പോകുന്നു. എത്ര വണ്ടിയാണ് കേട്ടോ. കൊറോണ സമയം ഓർക്കണം. ഇപ്പോഴും ബാംഗ്ലൂർ റെഡ് സോണിലാണ്. ഏകദേശം ഇപ്പോൾ കർണാടക നോക്കുവാണെങ്കിൽ ഒരു 671 സംതിങ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ജോലിക്ക് പോകും, എല്ലാ കാര്യങ്ങളും നടക്കും. പിന്നെ ഞാനിങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും അങ്ങനെ ചുമ്മാ എടുത്ത് പോകുന്നുണ്ട്. മാസ്കൊക്കെ ധരിക്കുക, സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോവാൻ. നമ്മളെ കൊണ്ടാവുന്ന എല്ലാം ചെയ്യുക, നമ്മളെ തന്നെ രക്ഷിക്കുക. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബി സേഫ് ആയിരിക്കും. ഇനി ഓഫീസിലോട്ട് ചെന്നിട്ട് വേണം ഞാൻ എന്താണ് നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുന്നത്. തോന്നലില്ല. Let's do this. Come on, Harkat. Come on. Let's go.
ഞാൻ ഈ ഇടയ്ക്ക് സ്പീഡ് കൂട്ടുന്ന കണ്ടുകൊണ്ട് ആരും പോയി അങ്ങനെ സ്പീഡൊന്നും കൂട്ടണ്ട കേട്ടോ. ഞാൻ വെറുതെ കൂട്ടിയതാണ്. കുറേ നാളായി വണ്ടി എടുത്തിട്ട്, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഓഫീസ് എത്താറായിട്ടുണ്ട്. വണ്ടി ഞാനത്തെ പ്രൈവറ്റ് ഓടിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ പ്രൈടെക് പാർക്കിലെത്തിയിരിക്കുകയാണ്. സോറി, പ്രൈടെക് അല്ല, എക്കോ സ്പേസിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തിരിഞ്ഞു വരണം. വണ്ടി ചെക്കിങ്ങില്ലേ? അടിപൊളി. ഒറ്റ മനുഷ്യരില്ല. അതെ, ആക്സഞ്ചറൊക്കെ പൂട്ടിയിരിക്കുന്നു. അതായാലും ഇവിടെ കാണണം, ഇവിടെ നിറച്ചാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പം ഇത് കാരണം ബാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയത്തില്ല. എൻ്റെ പുറകെ ഒരു ടെമ്പോ ട്രാവലറുണ്ട്. ഇതൊന്നും വെച്ചിട്ട് അതൊക്കെ കത്തിച്ചു പോയി. ഇമാരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. ചെക്കിങ് ഉണ്ട്. ഓക്കെ. യെസ്, ഞാൻ എത്തിയിരിക്കുന്നു. ഐ ആം ബാക്ക്. ഈ വളവും കഴിഞ്ഞ് ഇവിടെയാണ് ഞാൻ കോർണറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ശരിയല്ല. വണ്ടി ശരിയായില്ല. ഇവിടെയൊക്കെ കോർണർ പ്രാക്ടീസ് ചെയ്താൽ ആ സ്മൂത്തായി കിടക്കുന്ന സർഫസ് ഉണ്ടല്ലോ, പിന്നെ എത്ര പ്രാവശ്യം തെന്നിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ്. പാർക്കിങ്ങിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാം. എന്തായാലും ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണേലും വെക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. മുമ്പോട്ട് കയറണോ? ഹലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാംഗ്ലൂർ കൊറോണ റൈഡ് എന്നൊന്നും പറയാത്ത ഓഫീസിലേക്ക് വന്നു. ഇത്ര നാളായിട്ട് വണ്ടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതും വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് സർക്കാർ റൈഡർ സൈനിങ് ഓഫ്.